എൻ്റെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരമ്പലമാണ് കാട്ടിമേക്കതിൽ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് മാത്രമേ ഇപ്പം ഇതുള്ളൂ. ഞങ്ങളുടെ ഈ പൊന്മന പഞ്ചായത്തിൽ മെയിനായിട്ടുള്ളത് ഇപ്പം ഇത് മാത്രമാണ്. ആ അമ്പലത്തിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് എൻ്റെ അനിയത്തി അവളുടെ ഭർത്താവും ഞാനും കൂടിയാണ്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുക. ഞാൻ നിൽക്കുന്നത് അത് അനിയത്തിയുടെ മരുമകളാണിത്, അവളുടെ കുഞ്ഞാണത്. ഞങ്ങൾ ഇത്രയും പേര് ഒന്നിച്ച് പോവുകയാണ് കാട്ടിമേക്കതിൽ അമ്പലത്തിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിലേക്ക് പോകാൻ. ഈ അമ്പലത്തിൽ എനിക്കെന്നല്ല, ഒരുപാട് ആൾക്കാർ, എത്രയോ ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ ആൾക്കാർ വരാറുണ്ട് ഇവിടേക്ക്. ഇത് ഭയങ്കര അച്ചട്ടായ ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ തിരുനടയിൽ നിന്നിട്ട് നമ്മളൊരാവശ്യം ദൈവത്തോട് പറഞ്ഞാൽ, ദേവിയെ വിളിച്ച് പറഞ്ഞാൽ, അവിടെ ഭഗവതി ക്ഷേത്രമാണത്, ഭദ്രകാളി ക്ഷേത്രമാണ്. ഞങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ദേവിയോട് ഞങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞാൽ ദേവി അത് കേൾക്കും. ഞങ്ങൾക്കതിന് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. കായൽ കടന്ന് വേണം പോകാൻ. ഞാൻ ജങ്കാറിലാണ് ഇപ്പോൾ ഉള്ളത്, ജങ്കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുനാമി വന്ന് അടിച്ചു പോയിട്ടും ഞങ്ങളുടെ ആ അമ്പലത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല. ദേവി അത് കാത്ത് സംരക്ഷിച്ചു ആ അമ്പലം. അതാണ് ഞങ്ങൾക്ക് അതിശയമായൊരു അമ്പലമാണ്. അതുകൊണ്ടാണ് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ജങ്കാറ് കയറി വേണം പോകാൻ. ഇപ്പം ഞങ്ങളെല്ലാവരും ഉള്ളത് ജങ്കാറിലാണ്, അക്കരയ്ക്ക് പോവുകയാണ് ഞങ്ങൾ. ഞാൻ അമ്പലത്തിലെത്തി. എനിക്ക് മണി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. എനിക്ക് മണി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേർച്ചയുണ്ട്. അതേപോലെ എൻ്റെ അനിയത്തിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ മരുമകനും ഒക്കെ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മണി കെട്ടാൻ. ഈ മണി നമ്മളവിടെ ബെല്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മണി അവിടെ നിന്ന് കിട്ടും. അത് ഓരോ ബോക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ കൗണ്ടർ ഇരിക്കുന്നത്. 40 രൂപയാണ് നമുക്ക് ഈ ഒരു മണി കെട്ടുന്നതിന് 40 രൂപയാണ് നമുക്ക്. നമ്മൾ ആ മണിയും വാങ്ങിക്കൊണ്ട് ഈ മണിയെ തട്ടി വേണം നമ്മൾ പോകാൻ. മണി കിലുക്കണം, മണി കിലുക്കിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ദേവി കണ്ണ് തുറക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ ഞാൻ 3 മണിയായിട്ട് 7 വലത്ത് വയ്ക്കണം. ഈ 7 വലത്ത് വയ്ക്കുകയാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് മണിയെ തട്ടിയാണ് ഞാൻ പോകുന്നത്. ദേവി കണ്ണ് തുറക്കും എന്നെൻ്റെ പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. 7 വലത്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ മണി കെട്ടാൻ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അതൊരു ചെറിയൊരാലായിരുന്നു. ഇപ്പോഴും ആ ആല് നഷ്ടപ്പെട്ടിട്ടില്ല. ആലിപ്പോഴും നിലനിൽക്കുകയാണ്, എത്രയോ വർഷമായി. ഞാൻ മണി കെട്ടുകയാണ്. ഓരോ മണിയെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് കെട്ടുകയാണ്. കണ്ടില്ലേ, നമ്മുടെ ഓരോ ആവശ്യങ്ങളും മനസ്സിലുദ്ദേശിച്ച് നമ്മൾ കെട്ടുകയാണ് ക്ഷേത്രത്തിലേക്ക്. ഇത് ഭയങ്കര ഒരു ആചാരമാണ് ഞങ്ങൾക്കിവിടെ. ഇവിടെ അങ്ങനെ കണ്ടമാനം പൈസ മുടക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട നമുക്ക്. ഇതാണ് നമ്മുടെ ആചാരം. ഇത് സുരേഷ് ഗോപി പിന്നെ MP ആയ സമയത്ത് 1000 മണിയാണ് ഇവിടെ വന്ന് കെട്ടിപ്പോയത്. 10,000 മണിയെന്നോ 1000 മണിയെന്നോ എന്തോ, അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാത്ത നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ സുരേഷ് ഗോപി ഇവിടെ കൊണ്ടുവന്ന് മണി കെട്ടാൻ നേരം ഈ പരിസരത്തു നിന്നൊക്കെ കൂലിക്ക് ആളെ വിളിക്കുകയായിരുന്നു മണി കെട്ടാൻ വേണ്ടി. കാരണം അത്രയും മണി കെട്ടിത്തീരത്തുണ്ട്. ഇത്ര സമയം കൊണ്ട് അയാൾക്ക് അത്ര നേരമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്രയും മണി കെട്ടിയെന്ന് പറഞ്ഞ് 10,000 ആണോ 1000 ആണോ അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒത്തിരി പേരെ പണിക്ക് വിളിച്ചാണ് കെട്ടിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെൻ്റെ അനിയത്തിയാണ് എന്നോട് പറഞ്ഞത്. സുരേഷ് ഗോപി വന്നിങ്ങനെ മണി കെട്ടിച്ചിരുന്നു, ആൾക്കാരെയൊക്കെ പൈസയ്ക്ക് കൂലിക്ക് വിളിച്ചാണ് കെട്ടിച്ചതെന്ന് പറഞ്ഞ്, കെട്ടിത്തീരാത്തതിൻ്റെ പേരിൽ. അതെ, ഈ മണിയെല്ലാം ഞങ്ങൾ ഈ ആലിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഇതിലാണ് ഞങ്ങളിങ്ങനെ കെട്ടി വെക്കുന്നത്. ഇപ്പം ആ മണിയുടെ വെയിറ്റ് കാരണം അവിടെ പൈപ്പ് ഇങ്ങനെ വെൽഡ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇനി താഴോട്ട് പോരാതിരിക്കാൻ. ഞങ്ങളിതാ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ കായലിൻ്റെ അടുത്ത് ചെല്ലുന്നു. മണിയെല്ലാം കെട്ടിവെച്ച് കായലെല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ കായലിൽ കൂടെ പോവുകയാണിതാ. ഞാനൊരു തോണി കയറിയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തോണി കയറി ഞങ്ങൾ പോയി. പിന്നെയും ഞാൻ കടൽ തീര അസ്തമയ സമയമാണ്. അസ്തമിച്ച് വരികയാണ്. സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് അവിടെ എന്നറിയാമോ. ഞാൻ ആ സൂര്യൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. എനിക്ക് ആ കടൽ തീരത്തേക്ക് പോകാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ആ കടൽ തീരത്ത് വന്നു. എന്ത് ഭംഗിയാണെന്നറിയാം ഇതൊക്കെ കാണാൻ. ഈ കടലിൽ വന്ന് കയറുന്നത് എനിക്കൊരു പേടിയില്ല. കടലിൽ ഇറങ്ങുന്നതിനൊന്നും എനിക്കൊരു പേടിയില്ല. ഞാൻ ചെറുപ്പം മുതലേ ഈ കടൽ തീരത്ത് ഞങ്ങൾ കളിച്ച് വളർന്ന കുട്ടികളല്ലേ. വെള്ളത്തിലൊക്കെ ഇറങ്ങി ഓരോരുത്തർക്കൊക്കെ പേടിയാണ്. തിര വരുന്ന കാണുമ്പോൾ എല്ലാവരും ഓടും. പക്ഷേ ഞാൻ ആ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങി നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഇതിപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാത്തത്.
ഇതാ ഞാൻ തിരിച്ച് അവിടുന്ന് ഞാൻ പോരുകയാണ്. അവിടെ എല്ലാം കണ്ട് ഭയങ്കര സന്തോഷം, മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷമുണ്ട്. ഒന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അവിടുന്ന് ഇങ്ങോട്ട്. ഇത്രയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് എനിക്ക് ഇടണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ആൾക്കാരൊക്കെ പിന്നെ ആ ഭാഗത്തേക്കൊക്കെ നടന്ന് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ മാറി ഇങ്ങനെ മണലിലൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കാണാം. ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് തന്നെ ഒരു കുളിർമയാണ്. നമ്മൾ പോകണം, ഇവിടെ എല്ലാം പോകണം, നമ്മൾ കാണണം അങ്ങനെയൊക്കെയാണ്. പിന്നെയും ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നു. എനിക്ക് പിന്നെയും ആ അസ്തമസൂര്യൻ കണ്ടിട്ട് മതിയാകാത്ത കാരണം ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ പോയി നിൽക്കട്ടെ എന്നും പറഞ്ഞ് പിന്നെയും ഞാൻ തിരിച്ചു പോവുക അങ്ങോട്ട് തന്നെ. ഞാൻ തിരിച്ച് നടന്നതായിരുന്നു. അവിടുന്ന് പിന്നെയും തിരിച്ച് ഞാൻ പിന്നെയും അസ്തമസൂര്യൻ പിന്നെയും എനിക്ക് കുറച്ച് നേരം കൂടെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ കണ്ട് ആസ്വദിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പിന്നെയും പിന്നെയും ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് പിന്നെയും ഞാൻ പോയി അവിടേക്ക് ചെന്നു. പിന്നെയും എനിക്കത് കണ്ടിട്ട് മതിയാകാഞ്ഞിട്ട് ഞാൻ പിന്നെയും തിരിച്ചു പോയതാണ് അവിടേക്ക്. എല്ലാവരും മാറി നിൽക്കുകയാണ്. പക്ഷേ എനിക്കതൊരു പേടിയേ തോന്നുന്നില്ല. ഞാൻ ആ കല്ലിൻ്റെ പുറത്തൂടെ കയറി. കാരണം ആ കല്ലെല്ലാം നല്ല ഉറപ്പിച്ച് അടിച്ചൊതുക്കി ഇരുത്തിയിരിക്കുന്ന